തൊണ്ടയാട് രാമനാട്ടുകര ബൈപ്പാസിൽ പന്തിരങ്കാവിൽ രൂക്ഷമായ മാലിന്യ പ്രശ്നം. റോഡിന് ഇരുവശത്തുമുള്ള ഓടയിൽ മാലിന്യങ്ങൾ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുകയാണ്. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന നിരവധി ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യം ഓടയിലേക്ക് തള്ളുന്നതാണ് മാലിന്യ പ്രശ്നം രൂക്ഷമാക്കിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശം പൂർണ്ണമായും കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് മൂടിയത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കും തടസ്സമാകും. ഞാനിവിടെ 10 വർഷമായി സിമൻറ്റിൻ്റെ കച്ചവടം നടക്കും. അടുത്ത ബിൽഡിങ്ങിൽ ഹോട്ടലും അവിടെ പ്രാർത്ഥനാലയമൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് അഴുക്കിൽ നിന്ന് ഈ നാറ്റുണ്ടാവാൻ തുടങ്ങിയത്. അപ്പോൾ ചില സമയത്ത് ഭയങ്കര മോശമായിട്ടുള്ള അസുഖങ്ങൾ വരെ, ബോധക്കേട് വരെ സംഭവിച്ച കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൽ ഹോട്ടൽ തുടങ്ങിയതിന് ശേഷമാണ് ഹോട്ടലിലെ വേസ്റ്റേജ് അതിൻ്റെ അടുത്ത് കൂടെ പോകുന്ന അഴുക്കുചാലിലേക്ക് ഒഴുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ വൃത്തികേട് തുടങ്ങിയത്. പരാതി പഞ്ചായത്ത് ഓഫീസുകളിലും കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ വന്ന് നോക്കി പോകാനാണ്. ഈവൻ പഞ്ചായത്ത് മെമ്പേഴ്സ്, വാർഡ് മെമ്പേഴ്സ് അടക്കം വന്ന് നോക്കി പോയിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന സംഭവമാണ്. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഹെൽത്ത് വിഭാഗത്തിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തതാണ്. എന്നിട്ട് ആരും ഇതിനെതിരെ ഒരു പ്രതികരണം കാണിച്ചില്ല ഇന്നേ വരെ. വൈകുന്നേരം ആയിക്കാന്ന് വെച്ചാൽ കൊതുക് ലാർവയൊക്കെ കൂടി പൊന്തിയിട്ട് ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ്. ഭയങ്കര സ്മെല്ലാണ്. ഞങ്ങൾ പഞ്ചായത്തിന് കൊടുത്തു, ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് കൊടുത്തു. ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാവരും അറിയിച്ചു ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ നൽകും ഞങ്ങൾക്ക് ഇതിന് ഞങ്ങൾ താമസിക്കാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഇന്നേ വരെ കിട്ടിയില്ല. ഹോട്ടലിലാണ് ഇങ്ങോട്ട് വരുന്നത്. ചില സമയത്ത് എന്താ പറയുക, പിന്നെ കക്കൂസ് മാലിന്യം വരെ ഇതിലേക്ക് ഒഴുകുന്നുണ്ട്. കാരണം സ്മെല്ലുകൊണ്ട് ഇതിലെ പോകാൻ കഴിയാത്തൊരവസ്ഥ ഭയങ്കര ഇതാണ്. ഇവിടെ വീടുകളിലൊക്കെ രാത്രി കിടക്കാൻ ഫാനില്ല, ഞാൻ ഒരു 5 മിനിറ്റ് കിടക്കാൻ കഴിയാത്ത അവസ്ഥ. കാരണം കറണ്ട് കൊണ്ട് പോകുന്ന സമയം ചൊറിഞ്ഞിട്ട് നിൽക്കാൻ കഴിയാതെ, കൊതുകുപോലല്ലാതെ കിടക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഇല്ല. എന്നും നായ്ക്കളുടെ ശല്യം. കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഈ നിരത്തിൻ്റെ മുകളിൽ വരെ കൊണ്ടിട്ടിരിക്കുന്നു. അവർ നടക്കുന്നവരെ വഴിയാന്നുള്ളതൊന്നും ധാരയില്ലാതെ വേസ്റ്റ് കൊണ്ടുപോയി തള്ളുക. അത് നിങ്ങൾക്ക് ഇവിടെ മുഴുവൻ നോക്കിയാൽ കാണാം. ആ രീതിയിലാണ്. പിന്നെ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിരത്തിനോടും പറഞ്ഞിട്ട് കാര്യമില്ല, പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ട് കാര്യമില്ല, പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആരുമില്ല, എല്ലാവരും കൈമലർത്ത് തന്നെയാണ് സഹിക്കേണ്ടത്. ഈ നാഷണൽ ഹൈവേ വക്കിനുള്ള വീട്ടുകാർ, ഈ ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരാണ് ഇത് യാതനകൾ. പഞ്ചായത്ത് ഹെൽത്ത് കേന്ദ്രങ്ങളിൽ പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്ന് നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്.